കർത്താവിന്റെ ദാസൻ എന്നോട് യേശുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നു. അന്ന് ആ മുറിയിൽ വെച്ച് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ ജയിലിൽ ചാപ്പലുള്ളതായ എല്ലാ ആരാധനയിലേക്കും പങ്കാളിയാകുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ആ തടവറയിൽ വെച്ച് എനിക്ക് ലഭിക്കുകയുണ്ടായി. യേശു പാപികളെ സ്നേഹിക്കുന്നുവെന്ന് പറയുക മാത്രമല്ല, അത് തടവറയിൽ വെച്ച് അനുഭവിക്കുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തുന്നു, കുഞ്ഞാടുകളെ അവൻ തോളിലേറ്റി ആശ്വസിപ്പിച്ച് സാരമില്ല മകനേ എന്ന് പറഞ്ഞുകൊണ്ട് തോളിലേറ്റുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹം തടവറയിൽ വെച്ച് അനുഭവിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ സ്നേഹമാണ് എന്നെ ഈ രൂപാന്തരത്തിലേക്ക് എത്തിച്ചത്. എന്റെ ജീവിതത്തിൽ മദ്യപാനം കൊണ്ട് എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. എന്റെ മദ്യപാനം കൊണ്ട് എന്റെ കുടുംബം തകർന്നു. എന്റെ മദ്യപാനം കൊണ്ട് എന്റെ ഭാര്യ മരിച്ചു. എന്റെ മദ്യപാനം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെയായി തീർന്നു. എന്റെ മദ്യപാനം കൊണ്ട് എനിക്ക് സമാധാനമില്ലാതെയായി തീർന്നു. എന്റെ മദ്യപാനം കൊണ്ട് സകലതും തകർന്നവനായി തീർന്നു. മദ്യപാനം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും രക്ഷിക്കുകയില്ല. മദ്യം മനുഷ്യനെ നശിപ്പിക്കുകയുള്ളൂ. എന്നാൽ ഏത് മദ്യപാനിയാണെങ്കിലും അവനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എനിക്ക് തടവറയിൽ വെച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആ യേശുവാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചമായി കടന്നു വന്ന് ഒരു പുതിയ ജീവിതം തന്നത്. ഞാൻ ആ തടവറയിൽ വെച്ച് ഇങ്ങനെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഒരു തീരുമാനം ഞാൻ തടവറയിൽ വെച്ചെടുത്തു. ഞാൻ കടന്നു വരുന്നതായ എല്ലാ സഹോദരന്മാരും, ശിക്ഷിച്ച് കടന്നു വരുന്ന എല്ലാ സഹോദരന്മാരോടും ഞാൻ ഈ യേശുവിനെ കുറിച്ചും ഈ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചും ഞാൻ പറയും. അവരൊക്കെയും ഇത് ശ്രദ്ധയോടെ കേൾക്കും. അനേകർ ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് എനിക്ക് സമാധാനം ലഭിച്ചു. ഇന്ന് ഞാൻ സന്തോഷമുള്ള ഒരു ജീവിതത്തിന് ഉടമയായി തീർന്നു. തടവറയിൽ ഞാൻ 15 വർഷം ജീവിച്ചുവെങ്കിലും ഒരു തടവറയിൽ ജീവിക്കുന്നതായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കിട്ടുന്ന സമയം മുഴുവനും യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പങ്കാളിയായതുകൊണ്ട് എനിക്ക് ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടോ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാരണവശാലും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടതായ എനിക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് കേരള പ്രിസൺ റൂൾസിൽ എഴുതി വെച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഞാൻ എന്റെ യേശുവിനോട് ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ തടവറയിൽ നിന്നും എനിക്കൊരു മോചനം അവിടുന്ന് നൽകണമേ. ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. മിക്കപ്പോഴും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നിങ്ങളുടെ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിൽ, യഹൂദയിൽ, എല്ലായിടത്തും ശമരിയയിലും ലോകമെമ്പാടും എന്റെ സാക്ഷിയാകുമെന്ന് അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ആ വചനം കേട്ട് ഞാൻ വളരെ സന്തോഷമുള്ളവനായി മാറി. എന്നെ ദൈവം ഈ ജയിലിൽ നിന്ന് ഒരിക്കൽ വിടുവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. 2008 ഏപ്രിൽ മാസം 12-ാം തീയതി സ്വർഗത്തിലെ ദൈവം എന്നെ ആ തടവറയിൽ നിന്നും എന്നെ മോചിപ്പിച്ചു. ഒരു പുതിയ മനുഷ്യനായി
എനിക്ക് പുറത്തു വരുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ രക്ഷകനായ യേശുവിനെ, എന്നെ സ്നേഹിച്ച ഈ യേശുവിനെ, എന്നെ രക്ഷിച്ച യേശുവിനെ ഞാൻ മറ്റനേകരോട് പറഞ്ഞ്, അനേക മദ്യപാനികളുടെ അടുക്കലേക്ക് ഒക്കെ കടന്നുപോയി അവരോട് ഈ യേശുവിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. എന്നോടൊപ്പം മദ്യം കഴിച്ച് അവസരായിരിക്കുന്ന, തകർന്നവരായിരിക്കുന്ന അവരുടെ അടുക്കിലേക്ക് ഞാൻ ഈ യേശുവിന്റെ സ്നേഹവുമായി ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ അടുക്കലൊക്കെ ഈ യേശുവിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. രക്ഷിക്കുന്ന യേശു, സമാധാനം നൽകുന്ന യേശു, യേശുവിന് മാത്രമേ ഒരു മനുഷ്യന് സമാധാനം നൽകുകയുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമമല്ലാതെ മനുഷ്യനെ രക്ഷിക്കുവാൻ, യേശുവിന്റെ നാമമല്ലാതെ മനുഷ്യന് സമാധാനം നൽകുവാൻ വേറെ ഒരു നാമവുമില്ല. ഞാൻ ഈ കേസുണ്ടായിട്ട് അനേക വിശുദ്ധന്മാരുടെ അടുക്കൽ പോയി മെഴുകുതിരി കത്തിക്കുകയും സമാധാനത്തിന് വേണ്ടി ആ കല്ലറകളിലൊക്കെ ഞാൻ വാവിട്ട് കരയുകയും ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് ഒന്നും എനിക്ക് സമാധാനം ലഭിച്ചില്ല. എന്നാൽ എന്റെ യേശുവിന്റെ സന്നിധിയിൽ കടന്നുപോയിട്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം അങ്ങാണ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്ത് എന്റെ പാപം ഏറ്റുപറഞ്ഞ ആ ദിവസം എനിക്ക് പാപം ക്ഷമിച്ചു നൽകി സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധിച്ചു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അത് യേശുവിന്റെ സന്നിധിയിൽ എത്ര വലിയ പാപിയാണെങ്കിലും ആ യേശുവിന്റെ മുമ്പിൽ കടന്നു ചെന്ന് ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്ന അതേ നിമിഷം ഈ സ്നേഹവാനായ യേശു അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവന് നല്ലൊരു ജീവിതം നൽകി, സാരമില്ല മകനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് നസ്രയത്തുകാരനായ യേശു ക്രിസ്തു മാത്രമാണെന്ന് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ എറണാകുളം പട്ടണത്തിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ രണ്ടാമത് വിവാഹിതനായി ആ ഭാര്യയുമായി സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ ജയിലുകളിൽ കടന്നുപോയി ഈ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും സമാധാനം നൽകുന്ന യേശുവിനെ കുറിച്ചും തടവറയിൽ കടന്നു പോയി എന്നെ പോലെ ശിക്ഷ അനുഭവിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ടവരോട് യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നു. അനേകർ തടവറയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഒരു മനുഷ്യന് രൂപാന്തരം നൽകുവാൻ ഈ ലോകത്തിലെ ഒരു മാധ്യമങ്ങൾക്കും കഴിയുകയില്ല. ജയിലിൽ ഞാൻ കടന്നപ്പോൾ അവരുടെ മാനസിക ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് പല പദ്ധതികളും അവിടെ ആവിഷ്കരിക്കാറുണ്ട്. സ്പോർട്സ്, ഗെയിംസ്, അങ്ങനെയുള്ളതായ പല കാര്യങ്ങളും അവിടെ നടത്താറുണ്ട്. എന്നാൽ ഈ വഴിയിൽ കൂടി പോകുന്ന ഒരു വ്യക്തികൾക്കും അവിടെ മാനസാന്തരം ലഭിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ആത്മീയമായ വഴിയിലേക്ക്, യേശുവിന്റെ പാതയിലേക്ക് പോകുന്ന അനേക യൗവനക്കാർ ഇന്ന് തടവറയിൽ യേശുവിന്റെ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ വചനത്തിന് മാത്രമേ, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മദ്യപാനിയാണെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടവരാണെങ്കിൽ, ഇത് കേൾക്കുന്ന നിമിഷം തന്നെ മുട്ടുമടക്കി നിന്നെ രക്ഷിക്കുന്നവനായ യേശുവിന്റെ അടുക്കൽ യേശുവിനോട് പറ, ഞാനൊരു പാപിയാണ്, എനിക്ക് സമാധാനമില്ല, അവിടെ നിന്നെ രക്ഷിക്കണമേ എന്ന് ഈ നിമിഷം പറഞ്ഞാൽ ആ നിമിഷം നിന്റെ ചാരെ കടന്നു വന്നിട്ട് അവൻ നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നിന്നെ മനുഷ്യനാക്കി നല്ലൊരു മകനാക്കി നിന്നെ വളർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു.